ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നേര് 50 കോടി ക്ലബിൽ, അതായത് വേൾഡ് വൈഡ് ഗ്രോസിൽ 50 കോടി ക്ലബിൽ കയറിയിരിക്കുകയാണ്. ഒഫീഷ്യൽ പോസ്റ്റർ ആശീർവാദിന്റെ ഭാഗത്തുനിന്ന് വന്നിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ ഇനി അങ്ങോട്ട് പറയുന്ന കാര്യങ്ങളിൽ സ്പോയിലർ, അതായത് നേര് എന്ന് പറയുന്ന സിനിമ കാണാതെയാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് സ്പോയിലർ അനുഭവപ്പെട്ടേക്കാം. അത് നിങ്ങളുടെ ആസ്വാദനത്തെ ബാധിച്ചേക്കാം. അതുകൊണ്ട് നിങ്ങൾ വീഡിയോ തുടർന്ന് കാണുമ്പോൾ നേര് എന്ന് പറയുന്ന സിനിമ കണ്ടതിന് ശേഷം മാത്രം കാണാം. നേര് എന്ന് പറയുന്ന സിനിമയിലേക്ക് പോകുമ്പോൾ അത്യാവശ്യം എല്ലാവരുടെയും നല്ല പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഇപ്പം നല്ല ഹ്യൂജ് ബോക്സ് ഓഫീസ് ഹിറ്റൊക്കെ ആയിട്ട് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സിനിമയിലെ ഒരു സീൻ വേറൊരു സിനിമയിൽ അതേപോലെ അല്ലെങ്കിൽ ആ ഒരു സിനാരിയോയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇന്നലെയാണ് ഇൻസ്റ്റഗ്രാം സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു സംഭവം കണ്ണിൽപ്പെട്ടത്. അപ്പൊ തന്നെ ഞാൻ ആ സിനിമ എടുത്തു നോക്കി. ആ ഒരു സിനിമ എടുത്തു നോക്കിയ സമയത്തും ഈ ഒരു സീനൊക്കെ മീൻസ് നമുക്ക് ഭയങ്കരമായിട്ടുള്ള റിസംബ്ലൻസ് വരും. അതായത് 1995 ഇറങ്ങിയ ഒരു സിനിമയുടെ റിസംബ്ലൻസ് ആണ് ഈ ഒരു സീനിലും കാര്യങ്ങളിലൊക്കെ വന്നിട്ടുള്ളത്. ഇപ്പൊ സിനിമ കണ്ടവർക്കറിയാം, അവസാനം ലാലേട്ടന്റെ മുഖത്തൊക്കെ അനശ്വര തൊട്ടു നോക്കി ആ ഒരു തന്നെ രക്ഷിച്ച അല്ലെങ്കിൽ തന്റെ നീതി ഉറപ്പാക്കിയ ഒരാളെ തൊട്ടു നോക്കുന്ന ആ ഒരു രംഗം കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് അതേപോലെ നമുക്ക് വേറൊരു സിനിമയിൽ അതേപോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കഥയും കഥാപാത്രങ്ങളും ആ ഒരു പെർസ്പെക്റ്റീവും ഒക്കെ വ്യത്യാസമാണെങ്കിൽ കൂടിയും ആ ഒരു കാര്യം ഇതാണ്. സ്കെച്ച് ആർട്ടിസ്റ്റ് 2 എന്ന് പറയുന്ന യൂട്യൂബിൽ ഈ ഒരു പടം കിടക്കുന്നുണ്ട്. 1995 എന്ന് പറഞ്ഞിട്ട് സ്കെച്ച് ആർട്ടിസ്റ്റ് 2 ഹാൻഡ്സ് ദാറ്റ് സീ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു സിനിമ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സിനിമയുടെ അവസാന ഭാഗങ്ങളിലേക്ക് എത്തുമ്പോൾ ഒരു കോർട്ട് റൂമിലുള്ള സംഭവങ്ങളും അതുപോലെ തന്നെ ഇതിനകത്ത് ഒരു പോലീസുകാരൻ, അത് സ്കെച്ച് വരയ്ക്കുന്ന ഒരു പോലീസുകാരന് ഈ കണ്ണ് കാണാത്ത വ്യക്തി ആ ഒരു ഫേസിന്റെ കാര്യങ്ങളും ഇതൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ഈ സ്കെച്ചറാണ്, അതായത് ഈ പോലീസുകാരൻ വരയ്ക്കുന്നു, എന്നിട്ട് ഈ ഒരു മുഖ സാദൃശ്യമായിട്ട് ഇപ്പൊ നമുക്ക് നേര് എന്ന് പറയുന്ന സിനിമയിലെ സ്കൾപ്ചർ ചെയ്യുന്ന വ്യക്തി എന്ന് പറയുന്നത് ഈ ഒരു നമ്മൾ ആ അനശ്വര എന്ന് പറയുന്ന ക്യാരക്ടർ തന്നെയാണ്. അപ്പൊ അവർ തന്നെയാണ് സ്വന്തം രൂപം ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതിലൊരു സ്കെച്ചറാണ് ഇത് വരച്ചു കൊടുക്കുന്നത്, ഒരു പോലീസുകാരന്റെ സ്കെച്ചറാണ് ഈ ഒരു സംഭവം വരച്ചു കൊടുക്കുന്നത്. അതാണ് ഇതിനകത്തുള്ള ഡിഫറൻസ്. പക്ഷെ ആ ഒരു സീൻ, ആ ഒരു അവസാനം ലാലേട്ടന്റെ മുഖത്തൊക്കെ തൊട്ട് നോക്കുന്ന ആ ഒരു സീനിലെ കുറച്ച് ഭാഗങ്ങൾ അതേപോലെ റിസംബ്ലൻസ് ആയിട്ട് ഈ ഒരു സിനിമയിലും നമുക്ക് തോന്നുന്നുണ്ട്. ഒബ്വിയസ്ലി സ്ക്രീൻ പ്ലേയിലും കാര്യങ്ങളിലൊക്കെ വ്യത്യാസമുണ്ട്. ഇപ്പൊ ലാലേട്ടൻ ആ ഒരു സീൻ മീൻസ് കണ്ണിന്നൊക്കെ വെള്ളം വന്ന് ഒറ്റയ്ക്ക് വാക്ക് ചെയ്ത് പോകുന്ന സീൻ അത് ഇതേപോലെ നല്ല പറയുന്നത്. പക്ഷെ എന്നാലും എവിടേക്കോ ഒരു റിസംബ്ലൻസ് ആ ഒരു സംഭവം കണ്ടപ്പോൾ തോന്നി. എനിക്കറിയില്ല, ഞാൻ സിനിമ തുടങ്ങിയ സമയത്ത് ഫസ്റ്റ് ഷോയ്ക്ക് പോയിക്ക് ഒരു കുറച്ച് സമയം ലിറ്റിൽ ബിറ്റ് ലേറ്റ് ആയിട്ടാണ് ഈ സിനിമയ്ക്ക് കയറിയത്. അപ്പൊ ടൈറ്റിൽ കാർഡിൽ എവിടെയെങ്കിലും ഇതിന്റെ ഒരു ഇപ്പൊ നമ്മളെ ലിയോ കണ്ടപ്പം ഹിസ്റ്ററി ഓഫ് വയലൻസിനോട് ഒരു ഇത് കൊടുത്തില്ലേ, അതേപോലെ ഇത് എവിടെയും കൊടുത്തിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. ഞാൻ സിനിമ കണ്ടപ്പോൾ ശ്രദ്ധിച്ചില്ല. അത് അങ്ങനെ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തു കേട്ടോ. ഞാൻ എന്തായാലും സിനിമ കണ്ട സമയത്ത് കുറച്ച് വൈകിട്ട് എടുത്തിയ മീൻസ് കുറച്ചൊന്ന് ഇതായിട്ടാണ് ഉള്ളിലേക്ക് കയറിയത്. അതുകൊണ്ട് ടൈറ്റിൽ കാർഡിലും കാര്യങ്ങളിലൊക്കെ ഉൾപ്പെടുത്തിയോ, ഫസ്റ്റ് താങ്ക് യു കൊടുത്ത സമയത്തോ ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ എന്ന് അറിയില്ല. അതിപ്പം എന്തായാലും OTT കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേനും നമുക്ക് മനസ്സിലാവും. അല്ലെങ്കിൽ സിനിമ കണ്ടവർ ശ്രദ്ധിച്ചവർ, ചിലർ ഫസ്റ്റ് തന്നെ കയറി ശ്രദ്ധിച്ചവരുണ്ടെങ്കിൽ അതെന്തായാലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ അങ്ങനെ ഒരു സംഭവം വന്നപ്പോൾ അതൊന്ന് പറയണം എന്ന് തോന്നി. അതുപോലെ തന്നെ ഈ ഒരു ഇൻസ്പിറേഷൻ എന്ന് പറയുന്ന ഈ ഒരു ഘടകത്തിലേക്ക് വരുമ്പോൾ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ്. ഇപ്പം പലരും ഇൻസ്പിറേഷൻ കൊടുക്കാത്തതിന്റെ മെയിൻ റീസൺ ആയിട്ട് പറയുക അല്ലെങ്കിൽ പറഞ്ഞു കേൾക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആ സിനിമയുടെ ആസ്വാദകനെ ബാധിക്കും എന്നുള്ളതുകൊണ്ടാണ്. ഇപ്പം ആ സിനിമയുടെ പോലെ റിസംബ്ലൻസ് ഉള്ള വേറൊരു സിനിമ നമ്മൾ മുൻകൂട്ടി കണ്ടിട്ട് അത് കാണാൻ പോകുമ്പോൾ നമ്മുടെ ആസ്വാദനത്തെ അത് ബാധിക്കും. എന്തോ ഒരു ഒച്ചപ്പാട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതായിരിക്കും നിങ്ങളിപ്പോ ഏതോ ഫുട്ബോൾ മാച്ചിന് ഞാൻ തോന്നുന്നു, അതാണ് ഇപ്പം റോട്ടിൽ കൂടെ പോയത്. ഓക്കെ, അപ്പം അത് കണ്ടപ്പം അങ്ങനെ ഒരു സംഭവം തോന്നി. അതൊന്നും സിനിമ എന്ന് പറയുന്ന ഈ ആസ്വാദനത്തെ ഇപ്പം ആ സിനിമയൊന്നും കണ്ടവര്, ഞാനടക്കമുള്ളവർ ഇതിപ്പം ആ ഇൻസ്റ്റഗ്രാമിൽ ആ ഒരു സ്ക്രോൾ ചെയ്യുന്ന ഒരു സംഭവം കണ്ടപ്പോഴാണ് ആ ഒരു സിനിമ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തും. അതിപ്പോ നേര് എന്ന് പറയുന്ന സിനിമ കണ്ടുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു റിസംബ്ലൻസ് നമുക്ക് തോന്നിയത്. അല്ലാണ്ട് ഇപ്പൊ നോർമൽ ഓഡിയൻസിനൊന്നും അത് സ്വാധീനിക്കുന്ന ഒരു ഘടകമല്ല. ബിക്കോസ് നമ്മൾ അത് കാണുന്നില്ല. നമ്മുടെ ഒരു ലാംഗ്വേജിൽ, മലയാളം എന്ന് പറയുന്ന ലാംഗ്വേജിൽ ഈ ഒരു സിനിമ വരുമ്പോൾ നമ്മളത് പോയി കാണുന്നു എന്നുള്ള രീതിയിലാണ്. എന്തായാലും ക്രെഡിറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലത്. ഇപ്പം ക്രെഡിറ്റ് കൊടുക്കണോ വേണ്ടോ എന്നുള്ളതൊക്കെ അവരുടെ ഒരു ചോദ്യമാണ്. ബിക്കോസ് ഇതിലെ കഥാപാത്രങ്ങളുടെ ജോലിയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വ്യത്യാസമാണ്. ആ ഒരു പ്ലോട്ട്, ആ ഒരു സംഭവം മാത്രമാണ് അതിനകത്ത് എടുത്തിട്ടുള്ളത്. അപ്പം ഇപ്പൊ അത് ഒരുപാട് ചർച്ച ചെയ്യപ്പെടുന്ന പോലെ തോന്നി. ഇന്റർവ്യൂസിൽ പോലും അതങ്ങനെ പറഞ്ഞു കേട്ട മീൻസ് ആ ഒരു സംഭവത്തെ പറ്റി പറഞ്ഞു കേട്ടതായിട്ട് തോന്നിയില്ല. അപ്പം എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം.
അപ്പോൾ അതാണ് ഇപ്പം കോപ്പിറൈറ്റ് മീൻസ് കോപ്പിറൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ ആ കണ്ടന്റ് അതേപോലെ എടുത്ത് യൂസ് ചെയ്യുമ്പോഴാണ് നമുക്ക് കോപ്പിറൈറ്റ് വരാനുള്ളത്. പ്ലോട്ടുകളും കാര്യങ്ങളൊക്കെ അങ്ങനെ എടുത്ത് യൂസ് ചെയ്യുമ്പോൾ ഇൻസ്പിറേഷൻ അങ്ങനെയൊക്കെയാണ് വരിക. ഇപ്പം ലിയോ എന്ന് പറയുന്ന സിനിമ നോക്കുകയാണെങ്കിലും അതിൽ ഹിസ്റ്ററി ഓഫ് വയലൻസിന്റെ ഒരുപാട് ത്രെഡുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷെ അതിന്റെ പ്ലോട്ടും സ്ക്രീൻ പ്ലേ ഒക്കെ വ്യത്യാസമുണ്ട്, നല്ല വ്യത്യാസത്തിലാണ് അത് ചെയ്തിട്ടുള്ളത്. അപ്പം ആ ഒരു കാര്യം കണ്ടപ്പം അങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. സോ നിങ്ങൾക്ക് ആ ഒരു സീൻ കണ്ടിട്ട് അങ്ങനെ ഒരു റിസംബ്ലൻസും കാര്യങ്ങളൊക്കെ തോന്നുന്നുണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ കമന്റ് ബോക്സിലേക്ക് കൊടുക്കുക. എന്തായാലും അതിപ്പം റിസംബ്ലൻസ് ആണെങ്കിൽ അല്ലെങ്കിൽ കൂടിയും ലാലേട്ടന്റെ ആ ഒരു ഇതിൽ നിന്നൊക്കെ മീൻസ് മൈന്യൂട്ട് എക്സ്പ്രഷനിലൂടെയൊക്കെ കൂടിയാണ് ആ സിനിമ നമുക്ക് എൻഗേജിങ് ആക്കി പോകുന്നത്. അതൊന്നും എന്തായാലും വേറൊരു സ്ഥലത്ത് നിന്ന് നമുക്ക് കടെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളൊന്നുമല്ലല്ലോ, അതൊക്കെ അദ്ദേഹം നമുക്ക് തരുന്ന സംഭവങ്ങളാണ്. സോ എന്തായാലും അടിപൊളി സിനിമ തന്നെയാണ് നേര് എന്ന് പറയുന്ന സിനിമ. നേര് കണ്ടവർക്കൊക്കെ ഏകദേശം ഒരേ അഭിപ്രായവും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പം നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് നിങ്ങൾ കമന്റ് ബോക്സിലേക്ക് കൊടുത്ത് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ പറ്റും. ബൈ ഗൈസ്.